ഹലോ കൂട്ടുകാരെ, ചമ്പനീർ പൂവിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചി ഹോസ്പിറ്റലിൽ വന്നിട്ട് ശരത്തിനെ ഉപദേശിച്ചിട്ട് സച്ചി അങ്ങോട്ട് പോകും. പിന്നീട് ശരത്ത് ആൻ്റണീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല സച്ചി എല്ലാ ആൾക്കാരോടും ഇതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ആരോടും പറഞ്ഞിട്ടില്ല, രേവതി ചേച്ചിയെടുത്തും അമ്മടുത്തും ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആൾ പറയണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട, ഇനി അവൻ എന്തായാലും പറയാനൊന്നും പോകണില്ല എന്ന് പറയാണ്. പിന്നീട് നമ്മുടെ രേവതി ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇതിപ്പോൾ ബൈക്കിൽ നിന്ന് പറഞ്ഞായിട്ട് തോന്നണമെന്നില്ല, ആരോ ബലമായിട്ട് കൈ പിന്നിൽ വെച്ചിട്ട് ഓടിച്ചതായിട്ടാണ് തോന്നണമെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കേണ്ടത് അത് ആരായിരിക്കും. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ അനിയനോട് തന്നെ പോയി ചോദിക്കാൻ പറയാണ്. അങ്ങനെ രേവതി വന്നിട്ട് അനിയനോട് ചോദിക്കാണ്, ശരത്ത നീ സത്യം പറ, നീ ബൈക്കിൽ നിന്ന് വീണതല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആരാണ് നിന്നെ തല്ലിയെന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്യുമ്പോൾ ശരത്ത് പറയാണ്, വേറെ ആരുമില്ല ചേച്ചി, സച്ചിയേട്ടൻ തന്നെയാണ് എൻ്റെ കൈ പിടിച്ചിട്ട് അടിച്ചതെന്ന് പറയണു. സച്ചിയേട്ടനോ അതേന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ശരത്ത് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഭയങ്കര ഷോക്കാവാണ്. രേവതിയാണെങ്കിൽ നേരെ സച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വെച്ചടിക്കുകയാണ്. കാറിൻ്റെ വീട്ടിൽ വായും പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് സച്ചി. രേവതി വന്നിട്ട് ഒരു എമ്പരപ്പ് പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത്. സച്ചിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ലല്ലോ, അമ്മയുടെ മാല മോഷ്ടിച്ചത് ഇവനാണ്, അതുകൊണ്ടാണ് തല്ലി എന്നുള്ള കാര്യമൊന്നും സച്ചിക്ക് പറയാനും പറ്റില്ല. പിന്നീട് വീട്ടിൽ വന്ന രേവതിയാണെങ്കിൽ സച്ചിയോട് ഒരു മെയിൻ്റ് കൂടി ചെയ്യണില്ല. സച്ചിയാണെങ്കിൽ പായൊക്കെ എടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കിടക്കൊക്കെ ആണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.